ഞാനൊരു മെഡിസിൻ എഴുതി തരാം. പെയിൻ വരുമ്പോ കഴിച്ചാ മതി. ഇപ്പൊ കഴിക്കാൻ ഞാനൊരു ടാബ്ലറ്റ് കൊടുത്തേക്കാം. റെസ്റ്റ് എടുത്തോ. ഇനി ഡെലിവറി കഴിയുന്നത് വരെ ഇത്തരം ഫുഡൊന്നും കഴിക്കരുത്. ശരി. ഡോക്ടർ, എന്താ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ വേണ്ടേ? ഞാൻ ഈ പാക്കറ്റ് ഫുഡ് കഴിച്ചിട്ടാ പെയിൻ വന്നതെന്ന് ഇവിടെ ആരോടും പറയരുത്. അതെങ്ങനെയാ അഷിത? എന്നോട് റീസൺ ചോദിക്കുമ്പോ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് പിന്നെ താൻ പേടിക്കണ്ട, തന്നെ ആരും വഴക്കൊന്നും പറയില്ല. ഈ ടാബ്ലറ്റ്സ് കൊടുത്താൽ മതി അല്ലേ? അത് തന്നെ ഞങ്ങൾ കൊടുത്തോളാം ഡോക്ടർ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ശരി ഡോക്ടറെ, എന്റെ മോൾക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. ഫുഡിന്റെ പ്രശ്നമാ. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ ദുർഗ ഒരുത്തി കാരണം എന്റെ മോൾക്ക് ഈ അവസ്ഥ വന്ന്. വീട്ടിലുണ്ടാക്കിയ ഫുഡിന്റെ പ്രശ്നമല്ല. ഞാനീ പറഞ്ഞത് അഷിത കഴിച്ച ആ പാക്കറ്റ് ഫുഡിന്റെ കാര്യോ? പാക്കറ്റ് ഫുഡ് കഴിച്ചോളൂ. അതെ, ഈ പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങിയ പാക്കറ്റ് ഫുഡില്ലേ, അത് കുറച്ചു നാളത്തേക്ക് ഒഴിവാക്കുന്നതാ നല്ലത്. പൃഥ്വി വേണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. ഈ സമയത്ത് പല ഫുഡും കഴിക്കാൻ ക്രേവിങ്സ് തോന്നാം. പക്ഷെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഓരോ ആഹാരവും മാക്സിമം കഴിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. തൽക്കാലം പെയിൻ മാറാനുള്ള മെഡിസിൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമുക്ക് സ്കാൻ ചെയ്യാം. ഓക്കെ ശരി, ആയിക്കോട്ടെ. അഷിതയ്ക്ക് വയറുവേദന വന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത ദുർഗയെ ഇതിന്റെ പേരിൽ എത്രമാത്രം എല്ലാരും ചേർന്ന് വിഷമിപ്പിച്ചത്. ദുർഗയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതിന് പകരമായി ദുർഗയുടെ ക്ഷമ പറയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അതെ, വസുമതി ചേച്ചിയുടെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ തന്നെ പെരുമാറും. അത് ശരിയല്ല. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരാളെ ഇത്രയേറെ ദ്രോഹിച്ചിട്ടും സോറി പറയാതിരിക്കാൻ പാടില്ല. സാരമില്ല ചേച്ചി, എനിക്ക് വിഷമമൊന്നുമില്ല. അഷിയോടുള്ള സ്നേഹക്കൂടുതലും കൊണ്ടാ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അങ്ങനെ അല്ല ദുർഗ. തെറ്റ് ചെയ്താൽ അതിന് പരിഹാരം ചെയ്തേ പറ്റൂ. അഷിക്ക് വയറുവേദന വന്നത് ഭക്ഷണത്തിന്റെ ആയിരിക്കും എന്ന് കരുതിയാ ഞാൻ ഇവളെ വഴക്ക് പറഞ്ഞത്. പിന്നെ പൂർണ്ണമേക്കാൾ നന്നായിട്ട് എനിക്ക് ഇവളെ അറിയാം. അഷിതയോട് ഇവൾക്കുള്ള കുശുമ്പും എനിക്കറിയാം. ഇതൊന്നും ഒരു ന്യായം അല്ല വസുമതി ആന്റി. എന്തുവാ ഒരു പ്രശ്നം? വസുമതി ചേച്ചി ഇപ്പൊ ദുർഗയോട് സോറി പറയണമെന്നാ പൂർണിമ പറയുന്നത്. സോറി പറയാനാ? എന്തിന്? അഷിയുടെ പേര് പറഞ്ഞ ആന്റി ദുർഗയെ വേദനിപ്പിച്ചെന്നാ ചേച്ചി പറയുന്നത്. ഇതാണോ കാര്യം? ഗർഭിണിയായ സ്വന്തം മോള് വേദന കൊണ്ട് പൊളയുന്ന കാണുമ്പോ ഏതൊരമ്മയ്ക്കും ദേഷ്യവും സങ്കടവും വരും. അത് നല്ല കൂത്ത്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് സോറി പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല.